ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് 7ാമത്തെ വീഡിയോ ആണ്, 90 ഡേയ്സ് ചലഞ്ചിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ കാലത്തുള്ള കാര്യങ്ങളും മറ്റും കാണിച്ചു തരാം. പിന്നെ തടമോള് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഇന്ന് ഇവിടെ നിന്ന് സ്കൂളിലൊക്കെ പോണത്, അവൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെയും കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ആദ്യം തന്നെ മുറ്റടിക്കാൻ നോക്കാം. ഞാൻ ഫസ്റ്റ് നേരെ അടുക്കളയിട്ടാണ്. പിന്നെ നമ്മൾ ദോശ ചുടുന്നുണ്ട്. കുറച്ച് ദിവസമായപ്പോൾ ഉഴുന്ന് ദോശ ഇട്ടിട്ട്, അപ്പോൾ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉഴുന്ന് ദോശയാണ് നമുക്ക്. കുറച്ച് ഉഴുന്ന് ദോശ ചുട്ടപ്പോഴത്തേനും ഉമ്മി നേരെ ഇഡലി ഇടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഇഡലിയും കൂടെ ഇട്ടിട്ടുണ്ട്. കാരണം ഇന്ന് മിന്നു ഉണ്ടല്ലോ, അങ്ങനെ മിന്നു കൂടെ വന്നപ്പോൾ നമുക്ക് 2 തരം ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ വേണം. സാമ്പാറുണ്ട്, പിന്നെ ചമ്മന്തി വേണം. അപ്പോൾ ആ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ചെറിയുള്ളി, തക്കാളി, വറ്റൽമുളക്, അതായത് ചുവന്ന മുളക്, പിന്നെ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് ചട്ടിയിൽ വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അതായത് ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ചൂടാറിയതിനു ശേഷം മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മൾ ചമ്മന്തി റെഡി. സാമ്പാർ, ദോശ, ഇഡലി, ചട്നി, കാപ്പിയുണ്ട്, ചായ ഉണ്ട്. ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ഹെൽമെറ്റൊക്കെ ആയിട്ട് വരുന്ന ഇപ്പം തന്നെ അല്ല ചായ അടിച്ചിരുന്ന് കൊണ്ടാക്കണ്ടേ. മിന്നുനെ കൊണ്ടുവന്നാക്കാനേ ഇച്ചിപ്പോ തന്നെ ഹെൽമെറ്റ് എല്ലാം ആയിട്ട് വരുന്നു. അതെ, ഇഡലിയോ ദോശയോ എന്ത് വേണേലും കഴിക്കാം. വീഡിയോ ഒക്കെ എടുത്ത് കഴിച്ച് ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ സ്കൂളുകാർക്കൊക്കെ പോവാനായി. ഇതിൻ്റെ വണ്ടിയല്ലേ, ഇതിലേക്കൂടെ എല്ലാ സ്കൂളിൻ്റെ ബസ്സും പോകുന്നുണ്ടോ. അപ്പം മിന്നും പോവാനായി. ഇന്ന് ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലേക്കല്ലേ, ഇങ്ങോട്ട് വരില്ലേ. മിന്നിനി നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ. നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി പോകാൻ വേണ്ടിയിരിക്കുന്നത്. ഇതാണ് അവളെ യൂണിഫോം. ബായ്. ഉച്ചപ്പം ഇന്ന് കൊണ്ടുവന്നായി കൊടുക്കണ്ട. ഇന്നലെ അവള് ബസ്സിനാണ് വന്നത്. ഇതുവരെ അവളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓളുടെ വീട്ടിലേക്ക് ബസ്സിന് പോകുന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ വന്ന് ഇന്നിപ്പോൾ പോണ്. ഇച്ചിനെങ്ങട്ടാ? എത്ര മണിക്കാ സ്കൂൾ തുടങ്ങാ? 8:50. വീട്ടിൽ നിന്ന് എത്ര മണിക്കാ പോവാറ്? 7:20. ഇവിടെ നിന്ന് കുറച്ച് അടുത്തുണ്ടോ, ഇവിടെ നിന്ന് ഒറ്റ ബസ് കയറിയാൽ മതി. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് ചുടം കൊണ്ട് നയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എത്ര മണിയായി? 8:30. 8:20. ഇപ്പോൾ പോയാലും മതി. അസ്സലാമലൈക്കും. നോട്ട് ബുക്കും കുപ്പി എല്ലാം എടുത്ത് ഒന്നുമില്ല. എങ്ങനെ ചോദിക്കണേ, നോട്ട് ബുക്ക് എടുത്തോ, കുപ്പി എടുത്തോ. അങ്ങനെ മിന്നും പോയി. ചായ പിടിച്ച പാത്രങ്ങൾ കഴുകട്ടില്ല. ഇനി ചായ പിടിച്ച പാത്രങ്ങൾ കഴുകണം. മിന്നു ഓണാരണം അതോടെ ഇട്ട് പോയതാണ് കേട്ടോ. കുഞ്ഞിത്ത് കഴുകട്ടെ. അങ്ങനെ ഗൈസ് ഇച്ച പോവാനായി. ഇന്ന് നേരം വൈകിച്ച, ഇന്ന് നേരെ വൈകിട്ട് വരുള്ളൂ. ഇച്ച ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടിടുന്നുണ്ട്. എന്നെ ചെറുക്ക് എന്താ നീ പറയണത്? ബ്ലൗസ്, ഷോക്സ്, ഇതിന്റെ ഒക്കെ നീ പറയണത്. നീ വെക്കണ കണ്ണാട് അടക്കം ഇങ്ങനെ മറക്കണ്ട. ഇതൊക്കെ എന്നും എല്ലാവർക്കും അറിയണതാണ്. ഇന്നിപ്പോ ചോദിച്ചു കണ്ണാട എവിടെ? കണ്ണാടി ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണ്. അപ്പൊ ഇങ്ങനെ കാണാ. പറയിച്ചങ്ങട് നിലമ്പൂര്. ഇന്നെന്തായാലും ഇനി വെയിലൊന്നും ഉണ്ടാവില്ല. എന്നും മഴക്കാലമായിട്ട് വെയിലാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫുള്ള് മഴ ഉണ്ടോ. ഇന്നലെ രാത്രി തുടങ്ങി ഇവിടെ മഴ ഉണ്ട്. നിങ്ങളോടൊക്കെ മഴ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞങ്ങളിവിടെ മഴ ഉണ്ട്. ഇത് ഇന്ന് ഉച്ചക്കൊക്കെ ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നൊക്കെ ഇങ്ങനെ ചാറി നിൽക്കണം. എന്തായാലും ചിങ്ങല്ലേ, ചിങ്ങത്തിലെ മഴ ചിന്നിന്നല്ലേ, അതായിരിക്കും ചിലപ്പോൾ.
വരല്ലേ ഓണം നിബിദിനം ഒക്കെ ഒന്നിച്ചല്ലേ വരുന്നത്. ഓണത്തിൻ്റെ ഒക്കെ ഇനി സെറ്റ് സാരിയൊക്കെ എടുത്ത് പോകുമ്പോഴൊക്കെ മഴയൊക്കെ ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കട്ടെ. അതേപോലെ തന്നെ നബിദിനത്തിൻ്റെ റാലിയുടെ ടൈമിലും മഴ ഇല്ലാണ്ടിരിക്കട്ടെ. റാലിയൊക്കെ മഴയിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എല്ലാ ഓണത്തിനും ഇതേപോലൊക്കെ സെറ്റ് സാരിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. സെറ്റ് സാരിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി റീലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. പ്രാവശ്യം ഒരു മൂഡ് വരുന്നില്ല. സെറ്റ് സാരിയൊക്കെ എടുക്കണം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്രാവശ്യം അത് വരുന്നില്ല. ഇപ്രാവശ്യം ഇങ്ങനെ വീഡിയോ ഫോട്ടോസും അങ്ങനെ എടുക്കാൻ പോകണമില്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഓണത്തിന് ഇതിനെ ഒരുമിച്ചല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തേനോട് താല്പര്യമില്ലാണ്ട് തോന്നണത്, അറിയില്ല. എന്തായാലും നോക്കാം. നബിദിനത്തിനും എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നബിദിന് ഇപ്രാവശ്യം വെള്ളിയാഴ്ച വരുന്നതുകൊണ്ട് ഇവിടെ ഇനി ശനിയാഴ്ച ആണോ എന്നൊരു ഡൗട്ടുണ്ട്. റാലിക്ക് ഇനി ശനിയാഴ്ച ആണോ അറിയില്ല, അങ്ങനെ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച കാരണം നബിദിനം ശനിയാഴ്ചത്തേക്ക് ആഘോഷം മാറ്റണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളോടൊക്കെ നബിദിനം എന്നാന്ന് പറയാം. അതിനിടയിൽ നിന്ന് വീട്ടിലൊക്കെ പോയി വരാമെന്ന് വിചാരിക്കുന്നു, നോക്കണം. ഇപ്പം നല്ല മഴ ആയിട്ടാണ് ഉച്ചന്ന് വരാനല്ലെങ്കിൽ തന്നെ നേരം വൈകും. ഇന്നിപ്പോൾ മഴ കാരണം ഒന്നും കൂടെ നേരം വൈകുമോയെന്ന് അറിയില്ല. എനിക്ക് പറയണ കേൾക്കണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇപ്പം നല്ല മഴ ഉണ്ട്. ഞാൻ എന്തായാലും അകത്തേക്കോട്ടെ. കൊള്ളിപ്പേരി, നിങ്ങൾ എന്നിട്ടാ കൊളുപ്പേരിന്നോ? നിങ്ങൾ എന്നിട്ടാറേ പൂളപ്പൊരിന്നോ? കൊള്ളിപ്പേരി ഞങ്ങൾ കണ്ട് തന്നെ അറിയാം. നിലത്ത് കിട്ടും. വന്ന് വീഡിയോ എടുത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.